വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മള് സർഗം 7 അയോധ്യകാന്ഡം സർഗം 7-ത്തെ 58ാമത്തെ ശ്ലോകമാണല്ലോ നമ്മളെ കഴിഞ്ഞത്. അപ്പൊ അതില് ഭരതനും പിന്നെ ശത്രുഘ്നും കേകയരാജ്യത്ത് നിന്ന് വന്നു, കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എന്താണ്, അവിടെ വളരെ ശോകമൂകമായിട്ടുള്ള അയോധ്യയാണ് കണ്ടത്. എന്നിട്ട് പിന്നെ ഒരു ഭാഗത്ത് കൈകേയി ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഭക്തിപൂർവ്വം ആ അമ്മയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത്. പിന്നെ അതുവരെയുള്ള ഭാഗം, കുറച്ച് ഭാഗം, അതായത് ആ പിന്നെ വൃദ്ധ ദമ്പതികൾ ശപിക്കണ ആ ഭാഗം തൊട്ട് ഞാൻ കുറച്ചൊന്ന് വായിക്കാം. വളരെ പിന്നെ നമ്മളെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നേ ആ ഇത് ചോദിക്കുകയാണ് കേട്ടോ ഈ വൃദ്ധ ദമ്പതികളെ. പുത്രനെ വീടെ കിടക്കുന്നിതു ഭവാൻ അത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. മകൻ മരിച്ചു പറഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ടുപോ പറഞ്ഞല്ലോ. ഞാനതു കേട്ടവർ തമ്മയെടുത്തടി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും. വൃദ്ധദേഹന്മാരുമായി ചെന്നു ദുഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായി വരും, അസത്യമായും വരാ. ആ വൃദ്ധ പിന്നെ പിതാവിന്റെ വാക്കൊരിക്കലും അസത്യാവില്ല, തപസ്വിയാണേ. അപ്പൊ എനിക്ക് പുത്രദുഃഖം കൊണ്ട് മരിക്കേണ്ട ഗതി വന്നു എന്ന് പറയാണ്, ആ കഥ പറയാണല്ലോ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാർ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. മരിച്ചു, സ്വർഗത്ത് പോയി. ഭരതാമയന, ഈ ഭരതൻ വരണത് പറയാണ്. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമ മന്ദപുരമകം പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂധര പാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ. തോണി, എണ്ണത്തോണിയിലെ പറഞ്ഞില്ലേ. എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിടും കുതിരയേറി ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നടി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പൂക്കുന്നത്വാ യുധാജിത്തിനോട് ചൊല്ലിടിനാൻ. എന്നിട്ട് യുധാജിത്തിനോട് പറഞ്ഞിട്ട് പിന്നെ അവര് മടങ്ങി വരുന്ന ഭാഗം അതാണല്ലോ. രാജ്യം വളരെ നമ്മൾ എന്തുവരെയാണ് വായിച്ചത് അല്ലേ. ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ശ്രീരാമൻ എന്തോ ആപത്തുണ്ടായെന്ന് അവര് ഊഹിച്ചു.
എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും പാവം സന്താപമോടും അയോധ്യാപുരി പൂക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ശോകമൂകം ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീന തേജോവിഹീനമകമ്പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണ വർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാനന്ദികെ. അങ്ങനെ കൈകേയി നമസ്കരിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ നമുക്ക് ഇനി അധ്യാത്മരാമായണത്തിലത്തെ 59 ചെയ്യാം. ആഗതം ഭരതം ദൃഷ്ട്വാ കൈകേയീ പ്രേമ സംഭ്രമാദ് ഉത്ഥായാലിംഗ്യ രഭസാൽ സ്വാംഗമാരോപ്യ സംസ്ഥിത. ഭരതം ആഗതം ദൃഷ്ട്വാ, ഭരതൻ വരുന്നത് കണ്ടിട്ടേ കൈകേയി പ്രേമസംഭ്രത, സ്നേഹം കൊണ്ടിങ്ങനെ വലഞ്ഞ് ഉത്ഥായ വേഗം നീട്ട് രഭസാൽ ആലിംഗ്യ വേഗം വളരെ ബന്ധപ്പെട്ടിട്ട് ആലിംഗനം ചെയ്തിട്ട് സ്വാംഗം ആരോപ്യ മടിയിൽ തന്റെ മടിയിലെ അംഗത്തിൽ ഇരുത്തിയിട്ട് സംസ്ഥിത ഇരുന്നു. മടിയിൽ ഭരതനെ ഇരുത്തി. അതായത് ഭരതൻ വന്ന് കണ്ടപ്പോ സന്തോഷമായി, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. അപ്പൊ സ്നേഹം കൊണ്ട് നീട്ട് വേഗം ആലിംഗനം ചെയ്തു. എന്നിട്ട് മടിയിലിരുത്തി, അവിടെ തന്റെ മടിയിലിരുത്തി ഭരതനെ. ആഗതം ഭരതം ദൃഷ്ട്വാ കൈകേയീ പ്രേമ സംഭ്രമാദ് ഉത്ഥായാലിംഗ്യ രഭസാൽ സ്വാംഗമാരോപ്യ സംസ്ഥിത. പിന്നെയോ മൂർധ്നി അവഘ്രായ പപ്രച്ഛ കുശലം സകുലസ്യ സാ പിതാ മേ കുശലീ ഭ്രാതാ മാതാ ച ശുഭലക്ഷണ. മൂർധ്നി അവഘ്രായ, എന്നിട്ട് തലയിൽ ചുംബിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തല വാസനിച്ചുകൊണ്ട്, ഘ്രാണിക്കുകയാണല്ലോ തല. അതായത് ഭരതനെ മടിയിൽ ഇരുത്തിയിട്ട് ഭരതന്റെ തല വാസനിച്ചുകൊണ്ട്, അതായത് വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് എന്താണ് സ സ്വകുലസ്യ കുശലം പപ്രച്ഛ, സ്വന്തം കുടുംബത്തിന്റെ കുശലം ഒക്കെ അന്വേഷിച്ചു. മേ പിതാ ഭ്രാതാ ശുഭലക്ഷണ മാതാച്ച കുശലി, എന്റെ അച്ഛനും എന്റെ സഹോദരനും എന്റെ അമ്മയ്ക്കും ഒക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, അപ്പൊ അവിടെ പോയി വരികയല്ലേ. അപ്പൊ കൈകേയിയുടെ വീടാണല്ലോ അത്, കൈകേയിയുടെ രാജ്യമല്ലേ, അപ്പൊ അവിടെ എല്ലാവർക്കും സുഖല്ലേ ചോദിച്ചു. അപ്പൊ നമുക്ക് 60 വായിച്ചിട്ട് 63 പിന്നത്തെ 3 ഒന്നിച്ച് വായിക്കാം. മൂർധന്യവഘ്രായ, അതായത് ആ കൗതുകം അല്ലെങ്കിൽ വാത്സല്യാണ് കാണിക്കണം, തലയുടെ നിറുകില് വാസനിക്കണതേ. പപ്രച്ഛ, എന്നിട്ട് ചോദിക്കാണ് കുശലം സ്വകുലസ്യ സാ പിതാമേ കുശലീ ഭ്രാതാ മാതാ ച ശുഭലക്ഷണ. എല്ലാവരും സുഖായിരിക്കില്ലേന്ന്. ഇനി 61, 62, 63. ദിഷ്ട്യാ ത്വമദ്യ കുശലീ മയാ ദൃഷ്ടോസി പുത്രക ഇതി പൃഷ്ട സ ഭരതോ മാത്രാ ചിന്താകുലേന്ദ്രിയഃ ദൂയമാനേന മനസാ മാതരം സമപൃച്ഛത മാതപിതാ മേ കുത്രാസ്തേ ഏകാ ത്വമിഹ സംസ്ഥിത ത്വയാ വിനാ ന മേ താത കദാചിദ്രഹസി സ്ഥിതഃ ഇദാനീം ദൃശ്യതേ നൈവ കുത്ര തിഷ്ഠതി മേ വദ. പുത്രക, ഹേ പുത്ര, കുശലീ ത്വം അദ്യ മയാ ദിഷ്ട്യാ ദൃഷ്ടഃ അസി. എന്നറിയോ, ഇപ്പോ എനിക്ക് നിന്നെ കണ്ടിട്ട് എന്റെ ഭാഗ്യം നിന്നെ കണ്ടപ്പോ, അതായത് നീ പോയി വന്നിട്ട് എനിക്ക് എന്നാൽ ഭാഗ്യം കൊണ്ട് കാണപ്പെട്ടു. ഇതി മാത്ര പൃഷ്ടഃ സ ഭരത, അങ്ങനെ മാതാവിനാൽ ചോദിക്കപ്പെട്ട ഭരതൻ ചിന്താകുലേന്ദ്രിയ, ചിന്താകുലനായിട്ട്, ഇന്ദ്രിയങ്ങൾ ചിന്താകുലനായിട്ട് ദൂയമാനീന മനസ, ദുഃഖിച്ച മനസ്സോടുകൂടി മാതരം സമപൃച്ഛത, അമ്മോട് ചോദിച്ചു. മാതഃ മേ പിതാ കുത്ര ആസ്തേ, അമ്മേ അച്ഛനെവിടെ? ത്വം ഏകായിക സംസ്ഥിത, അമ്മ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ. മേ താതഃ, എന്റെ അച്ഛൻ ത്വയാ വിന, അമ്മയുടെ കൂടെ അല്ലാതെ
കഥാചിത് രഹസി ഇന്നാ സ്ഥിത. ഒരിക്കലും നമ്മുടെ കൂടെ അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുക. ഇപ്പൊ അച്ഛനെ എവിടെ? ഇതാനും ഇന്ന ദൃശ്യതേ ഏവ. ഇപ്പൊ അച്ഛനെ കാണാൻ തന്നെ ഇല്ലേ, അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുള്ളൂ. എനിക്ക് അല്പം തോന്നുന്നുണ്ട്. സാധാരണ അച്ഛനെ അമ്മയും ഒപ്പം ഇരിക്കുള്ളൂ എല്ലാ സമയത്തും. കുത്ര തിഷ്ഠതി, എവിടെ അച്ഛൻ? മേ വധ, എന്നോട് പറയണാണ്. എന്താ അറിയോ? കൈകേയി അങ്ങോട്ട് പറഞ്ഞു, ഹേ ഭരത, ഭാഗ്യം കൊണ്ട് എനിക്ക് സമർത്ഥനായിട്ടുള്ള നിന്നെ കാണാൻ സാധിച്ചു. ഉം അത് പറഞ്ഞപ്പോ ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞേ. അതാണ്, എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് നിന്നെ കാണാനുള്ള, അല്ലെങ്കിൽ എന്തോ സുഹൃതം, എനിക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അച്ഛനെ നിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് അതിലൊരു ധ്വനി ഉണ്ടല്ലോ. ഭരത, നീ മടങ്ങി വന്നപ്പോഴേക്കും എനിക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇങ്ങനെ അമ്മ പറഞ്ഞപ്പോ പെട്ടെന്ന് ഭരതനൊരു എന്തോ ഒരു ചിന്ത പോയി. അതാണ് ചിന്താകുലനായി പറഞ്ഞതേ. പരവശനായി പാവം. എന്താ പറഞ്ഞ, അച്ഛൻ അമ്മയ്ക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായി, ഇന്ന് അച്ഛൻ എന്നെ കാണാൻ അങ്ങനെ പെട്ടെന്നൊന്ന് മനസ്സിൽ വന്നിട്ട് ചിന്താവിഷ്ടനായിട്ട് ഭരതൻ അമ്മയുടെ ആ ചോദ്യങ്ങളൊക്കെ ഒന്നും മറുപടി പറഞ്ഞില്ല. അവിടെ എല്ലാവരും എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചുല്ലോ. എൻ്റെ അമ്മയും പിന്നെ എന്താണ് എൻ്റെ സഹോദരനും ഒക്കെ എങ്ങനെ ഇരിക്കണം, അച്ഛനൊക്കെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചോദിച്ചു. അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, അമ്മേ അച്ഛൻ എവിടെ? അമ്മ ഇവിടെ തന്നെയാണല്ലോ ഇരിക്കണത്. അമ്മയെ വിട്ട് ഒരിക്കലും അച്ഛൻ വേറൊരു ദിക്കിൽ പോയി ഇരിക്കാറേയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു ഗതി അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും അച്ഛൻ അമ്മയുടെ കൂടെയാണ് പതിവ്. ഇപ്പോ അമ്മയുടെ സമീപത്ത് അച്ഛനെ കാണുന്നില്ലല്ലോ, എവിടെയാന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. ആ കൈകേയി എനിക്ക് നിന്നെ കാണാൻ ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു വിഷമം തോന്നി ആർക്ക്? അതാണ് മനസ്സിൽ, അച്ഛനല്ലേ. അപ്പൊ നമുക്ക് ഉണ്ടാവൂലോ അങ്ങനെയൊക്കെയുള്ള ഓരോ എന്താ പറയാ, ഓരോ ടെലിപ്പതി പോലത്തെ. അതെ, പെട്ടെന്ന് അങ്ങോട്ട് വിഷമായിട്ട് എന്താ ഇവിടെ അച്ഛൻ ചോദിച്ചു. അതാണ് ഈ 3 ശ്ലോകത്തില്. ദിഷ്ട്യാ ത്വമദ്യ കുശലീ മയാ ദൃഷ്ടോസി പുത്രക ഇതി പൃഷ്ടഃ സ ഭരതോ മാത്രാ ചിന്താകുലേന്ദ്രിയഃ ദൂയമാനേന മനസാ മാതരം സമപൃച്ഛത മാതപിതാ മേ കുത്രാസ്തേ ഏകാ ത്വമിഹ സംസ്ഥിത. എന്താ ഒറ്റയ്ക്ക് ഇരിക്കണ? ത്വയാ വിന, നിന്നെ കൂടാതെ, നമേ താത കഥാചിത് രഹസി സ്ഥിത. അച്ഛനെ അമ്മയെ കൂടാതെ അച്ഛൻ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതാനീം ദൃശ്യതേ നൈവ, അച്ഛനെ കാണാനുമില്ല അവിടെ ഒന്നും. കുത്തതിഷ്ഠതി മേ വദ, അച്ഛൻ എവിടെയെന്ന് എന്നോട് പറഞ്ഞാലും. ഇനി 64, 65. അദൃഷ്ട്വാ പിതരം മേദ്യ ഭയം ദുഃഖം ച ജായതേ അഥാഹ കൈകേയീ പുത്രം കിം ദുഃഖേന തവാനഘ യോ ഗതിർധർമ്മശീലാനാം അശ്വമേധാദിയാജിനാം താം ഗതിം ഗതവാനദ്യ പിതാ തേ പിതൃവത്സല. ആദ്യമേ പിതരം അദൃഷ്ട, എനിക്ക് അച്ഛനെ ഇപ്പം ഇവിടെ കാണാത്തോണ്ട് ഭയം ദുഃഖം ച ജായതേ, എനിക്ക് ഭയവും ദുഃഖവും ഒക്കെ തോന്നുന്നു. അച്ഛനെ ഇപ്പൊ അമ്മയുടെ കൂടെ കാണാത്തത് കൊണ്ട് എനിക്ക് ഭയവും ദുഃഖവും തോന്നുന്നു. അതാ കൈകേയി പുത്രം ആഹ. അപ്പൊ കൈകേയി അത് പറഞ്ഞപ്പോ ഭരതനോട് പറഞ്ഞു, അനഘ, പാപമില്ലാത്തവനെ, തവ ദുഃഖേന കിം, നിന്റെ ദുഃഖം കൊണ്ട് എന്താ കാര്യം? ധർമ്മശീലാനാം അശ്വമേധാദിയാജിനാം യാ ഗതി. ആ ധർമ്മം വളരെ ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള അശ്വമേധാദി യാഗങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് ഗതിയാ ഉണ്ടാവുക? അശ്വമേധാദിയാജിനാം യാ ഗതി, ഏതൊരു ഗതിയാണ് അവർക്ക് ഉണ്ടാവുക? താം ഗതി, ആ ഗതിയെ തേ പിത, നിന്റെ പിതാവ്, പിതൃവത്സല, ഹേ പിതാവിൽ അങ്ങേയറ്റം സ്നേഹമുള്ള ഈ കുട്ടിയല്ലേ നീയ്, നിന്നോട് പറയാ അദ്യഗതവാൻ, ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നു. മരിച്ചു എന്ന് തന്നെ പറയാ. എന്താ പറയണേ? അമ്മേ, ഇപ്പൊ എനിക്ക് അച്ഛൻ ഇവിടെ കാണാത്തോണ്ട് എനിക്ക് വല്ലാത്ത ഭയവും ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേഗം ഭരതനോട് പറഞ്ഞു കൈകേയി, ഹേ പിന്നെ പാപമില്ലാത്തവനെ, അനഘാന്ന് വിളിച്ചൂല, പുണ്യാത്മാവേ, നിന്റെ ദുഃഖം കൊണ്ട് ഇനിയിപ്പൊ എന്താ കാര്യം? അച്ഛനെ കുറിച്ച് നീ ദുഃഖിക്കണ്ട. എന്താച്ചാൽ അശ്വമേധാദി യാഗങ്ങളെ ശ്രദ്ധാപൂർവം
ധർമ്മം അനുസരിച്ചിട്ട് നടത്തണ മഹാന്മാരൊക്കെ ഏത് ലോകത്തിലേക്കാണോ എത്തുക, ആ ലോകത്തെ, അതായത് സ്വർഗത്തിനർത്ഥം, അശ്വമേധാദി യാഗങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നവരൊക്കെ മരണശേഷം ഏത് ലോകത്തിലാണ് എത്തുക, ആ ലോകത്തെ നിന്റെ പിതാവ് പ്രാപിച്ചിരിക്കുന്നു. നീ സ്വർഗം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? നീ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. അച്ഛനെ കുറിച്ച് നീ ദുഃഖിക്കണ്ട. കാരണം അച്ഛൻ ധർമ്മിഷ്ഠന്മാര് ശ്രദ്ധയോടുകൂടി അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്യുന്ന ധർമ്മിഷ്ഠന്മാരെ ഏത് ലോകത്തെയാണ് മരണാനന്തരം പ്രാപിക്കുക വെച്ചാൽ ആ ലോകത്തെ നിന്റെ അച്ഛൻ പ്രാപിച്ചിരിക്കുന്നു. മീൻസ് നിന്റെ അച്ഛൻ സ്വർഗം പൂകി, മരണമടഞ്ഞു, സ്വർഗം പൂകി എന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന്. അദൃഷ്ട്വാ പിതരം മേദ്യ ഭയം ദുഃഖം ജജായതേ അഥാഹ കൈകേയി പുത്രം കിം ദുഃഖേന തവാനഘ. ഇനി ദുഃഖിച്ചിട്ട് എന്താ കാര്യം എന്ന്. കിം ദുഃഖേന യാ ഗതിർ ധർമ്മശീലാനാം അശ്വമേധാദിയാജിനാം, അശ്വമേധാദി യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവർ താം ഗതിം, എവിടെയാണ് പോവുക? ഗതവാനദ്യ, അവർ തന്നെയാണ് നിന്റെ പിതാതേ പിതൃവത്സലാഹേ, പിതാവിനോട് സ്നേഹമുള്ള മകനെ, അവിടേക്കാണ് നിന്റെ അച്ഛൻ പോയിരിക്കുന്നത്, ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇനി നോക്കട്ടെ, അടുത്തത് 3 ശ്ലോകം, 66, 67, 68. തച്ഛുത്വാ നിപപാദോർവ്യാം ഭരത ശോകവിഹ്വല. ഭയങ്കര സങ്കടായി ഭരതനെ. ഹാ താത ക്വ ഗതോസി ത്വം ത്യക്ത്വാ മാം വ്യജിനാർണവേ അസമർപ്യൈവ രാമായ രാജ്ഞേ മാം ക്വ ഗതോസി ഭോഃ ഇതി വിഹ്വലിതം പുത്രം പതിതം മുക്തമൂർധജം ഉത്ഥാപ്യാമൃജ്യ നയനേ കൈകേയീ പുത്രമബ്രവീദ് സമാശ്വസിഹി ഭദ്രം തേ സർവം സമ്പാദിതം മയാ. ഇനിയാണ് നല്ല രസാണ് കൈകേയിയായിട്ടുള്ള വർത്തമാനം കേട്ടോ. തത്ശ്രുത്വ, അത് കേട്ടിട്ട് ഭരതഃ ശോകവിഹ്വല, ഭരതൻ ശോകം കൊണ്ട് പരവശനായി, ഉർവ്യാം നിപപാത, എന്നിട്ട് ഭൂമിയിൽ അങ്ങോട്ട് വീണു. അത്ര ദുഃഖായി, അച്ഛൻ മരിച്ചു എന്ന് അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോ ഭരതൻ അങ്ങേയറ്റം ദുഃഖപരവശനായിട്ട് ഭൂമിയിൽ വീണു. ഹാ താത, അയ്യോ അച്ഛ, മാം വ്യജിനാർണവേ ത്യക്ത്വ, എന്നെ ഈ ദുഃഖ സമുദ്രത്തിൽ തള്ളിയിട്ടിട്ട്, ക്വ ഗതഃ അസി, എവിടെ പോയി അച്ഛൻ? രാജ്ഞേ രാമായ അസമർപ്യ ഏവ, ഈ രാജ്യം രാമനായിക്കൊണ്ട് സമർപ്പിക്കാതെ തന്നെ, അതായത് രാമനെ രാജാവാക്കണേന്റെ മുമ്പ് തന്നെ, രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ രാമന് രാജ്യം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, ഭോഹോ ക്വ ഗതഃ അസി, അങ്ങ് എവിടേക്ക് പോയി? ഇതി വിഹ്വലിതം മൂർധജം പതിതം പുത്രം, ഇങ്ങനെ ദുഃഖപരവശനായിട്ട് തലമുടിയൊക്കെ കെട്ടഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്ന പുത്രനെ ഉത്ഥാപ്യ, എഴുന്നേൽപ്പിച്ചിട്ട്, നയനെ ആമൃജ്യ, നയനങ്ങളെ തുടച്ച്, കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്, അതൊക്കെ തുടച്ചിട്ട്, കണ്ണീര് തുടച്ചിട്ട്, കൈകേയി പുത്രം അബ്രവീത്, കൈകേയി മകനോട് പറഞ്ഞു, പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, സമാശ്വസിഹി, ആശ്വസിച്ചാലും നീ വിഷമിക്കണ്ട ഭരത, തേ ഭദ്രം, നിനക്ക് മംഗളം, മയാ സർവം സമ്പാദിതം, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ചു വെച്ചു എന്ന് പറഞ്ഞു. അതായത് അച്ഛന്റെ ഈ മരണ വൃത്താന്തം അങ്ങോട്ട് കേട്ടപ്പോ ദുഃഖപരവശനായിട്ടുള്ള ഭരതൻ ഭൂമിയിൽ അങ്ങ് വീണു. അച്ഛാ, അയ്യോ അച്ഛാ, എന്നെ ഇങ്ങനെ ദുഃഖ സമുദ്രത്തിൽ തള്ളിയിട്ട് അവിടുന്ന് എവിടേക്കാണ് പോയത്? രാജാവായ രാമനിൽ എന്നെയും രാജ്യത്തെയും ഏൽപ്പിക്കാണ്ട്, രാമനെ ഏൽപ്പിക്കണം ഞങ്ങളെ എല്ലാവരെയും, രാമനല്ലേ മൂത്തത്, രാജ്യം രാമനെ ഏൽപ്പിച്ചിട്ടില്ല, എന്നെയും, എന്റെ കാര്യമാണ്, ഭരതന്റെ കാര്യ, എന്നെ രാമനെ ഏൽപ്പിക്കാതെ അങ്ങനെ എങ്ങോട്ട് പോയി? ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ഈ തലമുടിയൊക്കെ കെട്ടഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കണ ഭരതനെ കൈകേയി നീപ്പിച്ചു. എന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് കണ്ണൊക്കെ തുടച്ച് കൈകേയി പറഞ്ഞു, മകനെ ആശ്വസിക്കൂ, സമാധാനായിട്ടിരിക്കൂ,
നിനക്ക് മംഗളം ഭവിക്കട്ടെ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് നന്മയ്ക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്കായിക്കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ വിഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അടുത്ത വായിച്ചിട്ട് പിന്നെ 69 വായിക്കാം. അതും കൂടി എന്തായാലും ചെയ്യാം. തച്ഛുത്വാ നിപപാദോർവ്യം ഭരതശോകവിഹ്വല ഹാ താത ക്വ ഗതോസി ത്വം ത്യക്ത്വാ മാം വ്യജിനാർണവേ അസമർപ്യൈവ രാമായ രാജ്ഞേ മാം ക്വ ഗതോസി ഭോഃ ഇതി വിഹ്വലിതം പുത്രം പതിതം മുക്തമൂർധജം ഉത്ഥാപ്യാമൃജ്യ നയനേ കൈകേയീ പുത്രമബ്രവീദ് സമാശ്വസിഹി ഭദ്രം തേ സർവം സമ്പാദിതം മയാ. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എന്താണ്, കൈകേയി നീ ആശ്വാസമായിട്ടിരിക്കും, നിനക്ക് വേണ്ട എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, നിനക്ക് വേണ്ടതല്ല ഞാൻ സമ്പാദിച്ചു വെച്ചു എന്ന്. രാജ്യം തന്നെ അല്ലേ. 69. താമാഹ ഭരതസ്താദോ മ്രിയമാണ കിമബ്രവീദ് തമാഹ കൈകേയീ ദേവി ഭരതം ഭയവർജിത. ഭരത താം ആഹ, ഭരതൻ അപ്പോ കൈകേയോട് പറഞ്ഞു, മ്രിയമാണ താതഃ കിം അബ്രവീദ്, മരിക്കാൻ കിടക്കണ അച്ഛൻ എന്താ പറഞ്ഞതാ മരിക്കാറാകുമ്പോ? ഞാൻ നിനക്ക് വേണ്ട സമ്പാദിച്ചു വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോ ഭരതനൊന്നും കേൾക്കണ്ട. ഭരതൻ അമ്മോട് ചോദിച്ചു, അച്ഛൻ മരണസമയത്ത് എന്താ പറഞ്ഞ? കൈകേയി ദേവി ഭയവർജിത, കൈകേയി ദേവി അപ്പോ ഒരു ഭയവും കൂടാതെ തം ആഹ, ഭരതനോട് പറഞ്ഞു. എന്താ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടാ അച്ഛൻ മരിച്ചോ ചോദിച്ചപ്പോ ഒരു ഭയവും ഇല്ലാതെ നല്ല വിജയഭാവത്തോടു കൂടി, അല്ലെ, കൈകേയിക്ക് വിജയഭാവമാണല്ലോ, വിജയഭാവത്തോടു കൂടി ഭരതനോട് പറഞ്ഞു. 70 കൂടിയും ചെയ്യാം. താമാഹ ഭരതസ്താദോ മ്രിയമാണ കിമബ്രവീദ് തമാഹ കൈകേയീ ദേവി ഭരതം ഭയവർജിത, ഭയമില്ലാതെ. എന്ത് പറഞ്ഞിട്ടാ മരിച്ചതെന്നല്ലേ ചോദിച്ചേ. അപ്പൊ കൈകേയി പറയാണ്, ഹാ രാമ രാമ സീതേതി ലക്ഷ്മണേതി പുനഃ വിലപന്നേവ സുചിരം ദേഹം ത്യക്ത്വാ ദിവം യയൗ. സുചിരം വിലപൻ ഏവ, കുറേ നേരം കരഞ്ഞു. എന്ത് പറഞ്ഞിട്ട്? ദേഹം ത്യക്ത്വാ, ദേഹത്തെ ത്യജിച്ചിട്ട്. അല്ല, ഹാ രാമ, ഹാ സീതേ, ലക്ഷ്മണ എന്ന് പിന്നെയും കുറേ നേരം പറഞ്ഞു വിലപിച്ചുകൊണ്ട് ദേഹത്തെ ത്യജിച്ചിട്ട് സ്വർഗത്തെ പ്രാപിച്ചു. അങ്ങനെ പറഞ്ഞ ഹാ രാമ രാമ, ഹാ സീതേ, ഹാ ലക്ഷ്മണ, ഇങ്ങനെ അനവധി നേരം പറഞ്ഞ് കരഞ്ഞും കൊണ്ടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു. 71 കൂടിയും പിന്നെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഹാ രാമ രാമ സീതേതി ലക്ഷ്മണേതി പുനഃ വിലപന്നേവ സുചിരം ദേഹം ത്യക്ത്വാ ദിവം യയൗ. 71. താമാഹ ഭരതോ ഹേംബ രാമസന്നിഹിതോ ന കിം തദാനീം ലക്ഷ്മണോ വാപി സീതാ വാ കുത്ര തേ ഗതാഃ. അപ്പൊ ഭരതൻ അത്ഭുതായി. ഭരതൻ അറിയില്ലോ ഇതൊന്നും കഥ. ഭരത താമാഹ, അപ്പൊ ഭരതൻ കൈകേയിയോട് പറഞ്ഞു, ഹേ അംബ, അമ്മേ, തദാനീം അപ്പോൾ രാമ ലക്ഷ്മണ സീത അഭി വാ ന കിം സന്നിഹിത. എന്തേ അച്ഛന്റെ മരണസമയത്ത് രാമനോ ലക്ഷ്മണനോ സീതയോ ഒന്നും അരികത്തില്ലാതിരുന്നത്? അവരുണ്ടായിരുന്നില്ലേ അടുത്ത്? ന കിം സന്നിഹിത, അവരടുത്തുണ്ടായിരുന്നില്ലേ അച്ഛൻ മരിക്കുമ്പോ? അവരെവിടെ പോയി എന്ന് ഭരതൻ ചോദിച്ചു. അതായത് പിന്നെ ഇതൊക്കെ കേട്ടപ്പോ ഹാ രാമ ഹാ സീത ലക്ഷ്മണ പറഞ്ഞപ്പോ അവരിവിടെ ഉണ്ടായിരുന്നല്ലോ. ഭരതനും ശത്രുഘ്നനും അല്ലേ പോയിട്ടുള്ളൂ കേ രാജ്യത്തിലേക്ക്, മറ്റൊരു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഭരതൻ അത്ഭുതമായി, എന്താ അങ്ങനെ വിളിച്ച് കരഞ്ഞത് അമ്മേ? അച്ഛൻ മരിക്കുമ്പോ രാമൻ ലക്ഷ്മണൻ സീതയൊന്നും സമീപത്ത് ഉണ്ടായിരുന്നില്ലേ? അവര് എവിടേക്കാ പോയത് എന്ന് ചോദിച്ചു. ഇനി നാളെ നമുക്ക് കൈകേയി വാച ചെയ്യാം. അപ്പൊ ഞാൻ 71 വായിച്ചു നിർത്താം. താമാഹ ഭരതോ ഹേംബ രാമ സന്നിഹിതോ ന കിം തദാനീം ലക്ഷ്മണോ വാപി സീതാ വാ കുത്ര തേ ഗതാഃ.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഗുരുവായൂരപ്പ ശരണം.